ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സുനന്ദ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് അവളുടെ അച്ഛനും അമ്മയൊക്കെ നല്ലോണം ഇമോഷണൽ ആവുന്നുണ്ട്. പക്ഷെ അവൾക്കൊരു കുഴപ്പമില്ല. ഒരു തരം ദേഷ്യവും പകയൊക്കെയാണ് അവളുടെ ഫേസിൽ കാണുന്നത്. ലളിതയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. എന്നിട്ട് യാത്രയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ സുനന്ദ അവരോട്. പക്ഷേ അവളുടെ കണ്ണിൽ നിന്നൊരു കണ്ണീര് പോലും വരുന്നില്ല. അങ്ങനെ അവൾ പോകുന്ന സമയത്ത് ലളിത അവളുടെ കൈ പിടിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പേരിന് പോലും ഒരിറ്റ് കണ്ണീര് വന്നില്ലല്ലോടി, നിനക്ക് എന്താ വിഷമമില്ലേ? ഇത്രയും കാലം നീ ഇവിടെയല്ലേ വളർന്നത്, നിനക്ക് ഞങ്ങളെ പിരിയുന്നതിൽ ഒരു വിഷമമില്ലേന്ന്. അത് കേട്ടപ്പോൾ സുനന്ദ നന്നായിട്ട് അമ്മേനെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്നോട് ചെയ്ത കൊടുമയ്ക്ക് ഞാൻ എന്തിനു വിഷമിക്കണം? അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കരയില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടുന്ന് മറ്റുള്ള ആരെങ്കിലും കല്യാണം കഴിച്ച് പോകണം എന്നാണല്ലോ നിങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് പണികൾ ചെയ്തു, നിങ്ങൾ വിജയിച്ചു. ഇതാ ഞാനിപ്പോൾ വേറൊരാളെ കല്യാണം കഴിഞ്ഞ് പോകാൻ പോവാണ്. അപ്പം ഞാൻ എന്തിനു കരയണം? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ അവൾ നന്നായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് അവരെല്ലാവരും ഷോക്കാവാണ്. ലളിതയ്ക്കാണെങ്കിൽ തൻ്റെ സങ്കടം നിയന്ത്രിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ സുനന്ദ കാറ് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ലളിത അപ്പോഴേക്കും കരഞ്ഞ് കരഞ്ഞ് അവൾ റൂമിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ സുനന്ദ കാറ് കയറിയിട്ട് യാത്ര ചെയ്യാണ്. അതിനിടയിൽ അവൾ അവിടെ മൊത്തം ഒന്ന് വീക്ഷിക്കുകയാണ് കേട്ടോ. വാഴത്തോപ്പുകൾ കണ്ടപ്പോൾ അവൾക്ക് സുഭാഷ് ചേട്ടൻ ഓർമ്മ വന്നു. കഴിഞ്ഞ കാലങ്ങളെല്ലാം അവളുടെ മനസ്സിൽ കൂടെ മിന്നി മറയുന്നുണ്ട് കേട്ടോ. അതോടുകൂടി അവളുടെ കണ്ണിന്ന് കണ്ണീരൊക്കെ വരുന്നുണ്ട്. അശ്വിന് മനസ്സിലായി അവൾക്ക് ഈ നാട് വീട് വിട്ടു പോകുന്ന വിഷമാണെന്ന്. അശ്വിനാണെങ്കിൽ അവളുടെ കയ്യിൽ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനുണ്ടാവും കൂടെ എന്നുള്ളൊരു ഉറപ്പ് നൽകുകയാണ്. അത് കണ്ടപ്പോൾ അവളും തിരിച്ച് ഒരു ചിരി സമ്മാനിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് HR റൗണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന നിധിനെയാണ് കേട്ടോ. സുധീഷിൻ്റെ കാറിലാണ് അവൾ പോകുന്നത്. അവൾ ഭയങ്കര ഹാപ്പിയാണ്. കാറിൽ പ്ലേ ചെയ്ത പാട്ടിനൊപ്പം അവളും പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, നല്ല ഹാപ്പിയാണല്ലോ മാഡം? അപ്പോൾ അവൾ പറയുന്നുണ്ട്, പിന്നെ ഇതെൻ്റെ എത്ര കാലത്തെ സ്വപ്നം എന്നറിയോ? ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ ഞാൻ വീട്ടിൽ നിന്ന് സാഹസികമായിട്ട് ഇറങ്ങി ഓടിയത്. ഇപ്പം അതെല്ലാം സത്യമാകാൻ പോവല്ലേ. ഇനി എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, ആഗ്രഹിച്ചതെല്ലാം മേടിക്കണം, ഇഷ്ടപ്പെട്ട് ഓരോന്നോരോന്നായിട്ട് സ്വന്തമാക്കണം. അതിൻ്റെ ത്രില്ലിലാണ് ഞാൻ. അത് കേട്ടപ്പോൾ സുധീഷും ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ നീ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പുതിയ ഫ്രണ്ട്സ് ആവില്ലേ? പുതിയ കൂട്ടുകെട്ടൊക്കെ ആകുമ്പോൾ പഴയവരൊക്കെ മറക്കോ? അപ്പോൾ അവൾ കളിയാക്കിയിട്ട് പറയുന്നുണ്ട്, ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും മറക്കും. അത് കേട്ടപ്പോൾ സുധീഷ് ഷേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നിധി ഒരു കളിയാക്കിയും കൊണ്ട് ചിരിച്ചിരിക്കുകയാണ്. പിന്നീട് ഇവൻ ചോദിക്കുന്നുണ്ട്, അതായത് സുധീഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിധിക്ക് നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, അത്യാവശ്യം തരക്കേടില്ലാത്ത ശമ്പളം ഉണ്ടായിരിക്കും, നല്ല വലിയ കമ്പനിയല്ലേ. എന്നിട്ട് വേണം എനിക്ക് സ്കൂട്ടർ മേടിക്കാൻ, നികേഷ് പറഞ്ഞ പോലെ. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഫസ്റ്റ് സാലറിക്കോ? അപ്പോൾ അവൾ പറയാണ്, എന്നെ കളിയാക്കല്ലേ, സുധീഷിന് അറിയാമല്ലോ ഫസ്റ്റ് സാലറിക്കോ ഒന്നും പറ്റില്ല എന്ന്. ഞാൻ പൈസ എടുത്ത് വെക്കും, എന്നിട്ട് മേടിക്കും. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടല്ലോ ആ ആഫ്രിക്കൻ കങ്കാരുവിൻ്റെ കയ്യിൽ നിന്ന്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പേടി. ഇപ്പം എന്തായാലും അതൊക്കെ മാറി. ഇനി ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും നേടിയെടുക്കും. എല്ലാവർക്കും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെ സുധീഷ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ എന്ത് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞാലും കിട്ടിയിരുന്ന കുട്ടിയാണല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ അവൾ പറയാണ്, അതുകൊണ്ട് കാര്യമില്ല സുധീഷ്, നമുക്ക് സ്വത്ത് മുതലുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു മുട്ടുസൂചി മേടിച്ചാലും അതിനൊരു ഭയങ്കര വാല്യൂ തന്നെയാണ്. അത് അനുഭവിക്കാൻ പോവില്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്ന് പറയാണ്. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു കാർ മേടിക്കണം. എന്നിട്ട് കാറിൽ ഇങ്ങനെ സുഖമായിട്ട് ഓഫീസിൽ പോകണം. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്നറിയോ? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, കേൾക്കട്ടെ. അവനവളുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് അവനൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അവൾ അതീവ സന്തോഷത്തോടു കൂടി പറയാണ്, ഒരു കയ്യിൽ ഡ്രൈവ് ചെയ്യണം, ഒരു കയ്യിൽ കോൾഡ് കോഫി, എന്നിട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഓഫീസിൽ പോകണം കാറിൽ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ സുധീഷ് പറയാണ്, മഴയും കൂടെ വേണമല്ലേ? അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, അതേ മഴയും കൂടെ വേണം, അപ്പോൾ അടിപൊളി ഫീലായിരിക്കും അല്ലേ. പിന്നീട് ആ ഒരു ഫീലിനെ മൊത്തം സുധീഷ് തൊലച്ച് കളയാണ് കേട്ടോ. അവൻ പറയുന്നുണ്ട്, അപ്പോൾ വേണം നല്ല ട്രാഫിക്, എന്നിട്ടിങ്ങനെ ചളി കൂടെയൊക്കെ വണ്ടി ഉന്തി തള്ളി നിരങ്ങി സമയമൊക്കെ ഒരുപാട് പാഴായി ആൾക്കാരുടെ ഉന്തും തള്ളുന്നൊക്കെ വണ്ടീനെ കൊണ്ടുവന്ന് എന്താ രസം. അത് കേട്ടപ്പോൾ അവളുടെ ഫീല് മൊത്തം പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറുമ്പ് പിടിച്ച മുഖത്തോടു കൂടി അവൾ ഇരുന്നിട്ട് പറയുന്നുണ്ട്, എല്ലാം നശിപ്പിച്ചു, ആ ഫീല് മൊത്തം പോയി. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അല്ല നിധി, ഇതാണ് റിയൽ, നമ്മുടെ ഭാവനയൊന്നും ഒരിക്കലും റിയൽ ആവില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ, എല്ലാം നീ അറിഞ്ഞിരിക്കണമല്ലോ, ഓക്കെ. എന്നിട്ട് സുധീഷ് പറയാൻ കേട്ടോ, ഞാനൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്നറിയോ, അതായത് ഞങ്ങൾ ആണുങ്ങൾ വണ്ടി ഒരു ചായക്കടയുടെ സൈഡാക്കിയിട്ട് ഒരു കട്ടനും കൂടെ ഒരു സിഗരറ്റൊക്കെ വലിച്ചിങ്ങനെ ഇരിക്കണം. അത് കേട്ടപ്പോൾ നിധി ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട്, ഇയാൾ സിഗരറ്റ് വലിക്കോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല ഇടയ്ക്ക് മഴയുള്ളപ്പോൾ അതിൻ്റെ ബാക്കി നിധി പൂരിപ്പിക്കുകയാണ് കേട്ടോ, മഴയില്ലാത്തപ്പോഴോ അല്ലേ. അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, അയ്യോ അല്ലല്ല, അങ്ങനത്തെ ആളൊന്നുമല്ല നിധി ഞാൻ.
ഓ ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല എൻ്റെ ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അപ്പം അത് എന്നെ ബാധിക്കില്ലേ, അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ലേ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്കെന്തിനു ടെൻഷൻ, ഇയാളുടെ ശ്വാസകോശം സ്പോഞ്ച് ആണെങ്കിൽ അല്ലെങ്കിൽ അതിൽ കറ പിടിക്കുകയാണെങ്കിൽ ഇയാൾക്കല്ലേ ടെൻഷൻ, ഇയാൾക്കില്ലാത്ത ടെൻഷൻ എന്തിനാ എനിക്ക്. അത് കേട്ടപ്പോൾ അവൻ ചമ്മി നാറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ സുധീഷ് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ എല്ലാവരോടും എന്താ സ്നേഹവും കരുതലൊക്കെ, പക്ഷെ എന്നോട് മാത്രം മുഖത്തടിച്ച പോലെ കാര്യങ്ങൾ പറയുന്നു, ഒരു സ്നേഹമില്ല. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ നല്ലവരാ, പക്ഷെ നിങ്ങൾ അങ്ങനെയാണോ, ഫുള്ള് കള്ളത്തര ഉടായിപ്പോൾ, പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളോട് സംസാരിക്കും. അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, മതി മതി, ആ മൂടേ പോയി, നമുക്ക് ഈ ടോപ്പിക്ക് മാറ്റാം, വേറെ വല്ലതും പറയാന്നൊക്കെ അവൻ പറയാണ് കേട്ടോ. പിന്നീട് അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളെ ഹാപ്പി ആക്കാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം ചിരിച്ച് കളിച്ചിട്ടാണ് പിന്നീട് യാത്ര ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഡിറ്റോയും ചന്തു അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ താരം നീതു തൻ്റെ സ്കൂട്ടി ആയിട്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ. അവളത് തള്ളി പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഡിറ്റോ ചോദിക്കുന്നുണ്ട്, എന്താ അപ്പോൾ ഇത് തള്ളി പിടിച്ചൊക്കെ വരുന്നത്, അല്ലെങ്കിൽ സ്കൂട്ടി എടുക്കാറില്ലല്ലോ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, വണ്ടിക്ക് ചെറിയ പ്രശ്നം, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, നിങ്ങളുടെ മെക്കാനിക്ക് എവിടെ. അത് കേട്ടപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, ആ ഹരീഷേട്ടനോ, ഹരീഷേട്ടന് പുറത്തൊരു വണ്ടി റെഡിയാക്കാൻ വേണ്ടി പോയതാ. ഓഹോ, അങ്ങനെ പോകാറുണ്ടോ. പിന്നെ അല്ലാതെ ഹരീഷേട്ടൻ ഈ വള്ളി മൊത്തം പിടിച്ചു വരും, അതുകൊണ്ടല്ലേ കുട്ടി ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അത് കേട്ടപ്പോൾ അവൾ എന്ന് ചോദിക്കുമ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, അല്ല അങ്ങനെയല്ല, അതല്ല എന്താണ് പ്രശ്നം, ഞാൻ നോക്കാലോ, എനിക്കറിയാം, പറ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, വേണ്ട ഞാൻ നേരിട്ട് പറഞ്ഞോളാം. അപ്പോൾ ഡിറ്റോ ചിരിച്ചിട്ട് പറയുന്നുണ്ട്, ഓ അപ്പോൾ വണ്ടി നന്നാക്കലല്ല പ്രശ്നം, ഹരീഷേട്ടനെ കാണാൻ വേണ്ടി വന്നതല്ലേ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനെന്തിന് ഹരീഷിനെ കാണണം, ഞാൻ എൻ്റെ വണ്ടി റെഡിയൊക്കെ വന്നത് തന്നെയാണ്. അപ്പോഴേക്കും ഹരീഷ് അങ്ങോട്ട് വന്നു കേട്ടോ. ഹരീഷ് അവളെ കണ്ടപ്പോൾ ആദ്യം ഷോക്കാവുന്നുണ്ട്, എന്നിട്ട് ഇവളോന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ അവൾ വണ്ടീൻ്റെ പ്രശ്നം പറഞ്ഞപ്പം അവൻ പറയുന്നുണ്ട് ഡിറ്റോനോട്, ഡിറ്റോ ഈ വണ്ടി എന്താ അങ്ങോട്ട് റൂട്ട് മാറി വന്നേ. അത് കേട്ടപ്പം നീതു ഡിറ്റോനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഡിറ്റോ റൂട്ട് മാറിപ്പോവേണ്ട വണ്ടിയായിരുന്നു, പക്ഷേ സ്ഥിരം വരുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് റൂട്ട് ഇങ്ങോട്ട് തിരിച്ചു, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ മെക്കാനിക്കിനോടെ വേഗം നോക്കാൻ പറ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഡിറ്റോ നീ ഒരു മെക്കാനിക്കല്ലേ, നീ നോക്ക്. അത് കേട്ടപ്പോൾ ഡിറ്റോ മൊത്തത്തിലൊന്ന് വണ്ടി നോക്കിയിട്ട് പറയുന്നുണ്ട്, കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോഴേക്കും ചന്തു വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നോക്കാം. ചന്തു വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ സ്റ്റാർട്ടാവുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഇതിനൊരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ കുഴപ്പം വണ്ടിക്കല്ല. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, സ്റ്റാർട്ടായോ, ശേ കുഴപ്പം വണ്ടിക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ദൂരം തള്ളിക്കൊണ്ട് വരുമോ, ഇല്ലല്ലോ. അപ്പോൾ ചന്തു പറയുന്നുണ്ട്, ആ ഇനിയിപ്പോൾ തള്ളണ്ടല്ലോ, ഓടിച്ച് പോകാമല്ലോ. പക്ഷെ അങ്ങനെയല്ല ചന്തു, ഈ വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഞാൻ സ്റ്റാർട്ടാക്കുമ്പോൾ സ്റ്റാർട്ടാവാറില്ല ഇടയ്ക്ക്, നോക്ക് ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല. അത് കേട്ടപ്പോൾ ചന്തു പറയുന്നുണ്ട്, എൻ്റെ ഹരീഷേട്ടാ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, നിങ്ങളെന്നെ നോക്ക്. അങ്ങനെ ഹരീഷ് പിന്നെ വേഗം വണ്ടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഡിറ്റോ ഇത് പെട്ടെന്നൊന്നും ശരിയാവില്ല, കുറച്ച് സമയം എടുക്കും തോന്നുന്നുണ്ട്, വിശദമായിട്ടൊന്ന് നോക്കണം. അത് കേട്ടപ്പം അവൾ പറയുന്നുണ്ട്, ഡിറ്റോ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ തള്ളിക്കൊണ്ട് വരില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ തള്ളിക്കൊണ്ട് വന്നത്. ആ ഓക്കെ, എന്നാൽ നീ അവളോട് ഇരിക്കാൻ പറ ഡിറ്റോ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്നെ ആരും ഇരുത്തണ്ട എന്നൊരു പുഞ്ചിരിയോട് കൂടി പറഞ്ഞ് അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ. ഡിറ്റോ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്, ഇവർക്ക് എന്താ പ്രാന്തായോ. എന്നിട്ട് അലീഷ് വീണ്ടും പറയുന്നുണ്ട്, ഡിറ്റോ ചായ വല്ലതും വേണമെന്ന് ചോദിക്കേ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞേക്ക് ഡിറ്റോ. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, എന്തത് പുട്ടിന് തേക്കിടുന്നമാതിരി ഡിറ്റോ ഡിറ്റോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൂടെ, എന്തായാലും ഞാൻ പോയി ചായ കുടിക്കട്ടെ, എടാ ചന്തു വാ നമുക്ക് പോയി ചായ കുടിക്കാം. അതും പറഞ്ഞ് അവർ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. പിന്നീട് നല്ല റൊമാൻറ്റിക് മൂഡായിരുന്നു കേട്ടോ. ഹരീഷ് ഒരു പമ്മിയ ചിരിയോട് കൂടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീതുവിനാണെങ്കിൽ ഒരു ചമ്മലോ സ്നേഹമോ സന്തോഷമോ എന്തൊക്കെയോ ഫേസിൽ മിന്നി മറയുന്നുണ്ട്, കൂടുതൽ നാളാണ് കേട്ടോ. അങ്ങനെ അവൾ സന്തോഷത്തോടു കൂടി അവനെ നോക്കുന്നുണ്ട്, ഇടയ്ക്ക് അവനും അവളെ നോക്കുന്നുണ്ട്. നല്ലൊരു പ്രണയരംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നീതു അവനെ വല്ലാത്തൊരു നോട്ടാണ് കേട്ടോ നോക്കുന്നത്, മുഖത്ത് ചിരിയും നാണും എല്ലാം ഉണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട് അവൾ വീണ്ടും നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഹരീഷിൻ്റെ മുഖത്ത് സെയിം അതേ സന്തോഷവും ഒരു പുഞ്ചിരിയും ഒക്കെ മിന്നി മറിഞ്ഞിട്ട് അവളെ വീണ്ടും തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഡിറ്റോയും ചന്തുവും ചായ കുടിച്ച് വന്നു. അപ്പോൾ ഡിറ്റോ ചോദിക്കുന്നുണ്ട്, ഇതുവരെ കഴിഞ്ഞില്ലേ, ഇത്രയും പ്രശ്നമുണ്ടോ ഹരീഷേട്ടാ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, ഇതിന് കുറേ സമയമെടുക്കും, എന്തായാലും വൈകിട്ടേ ഇത് കിട്ടുള്ളൂ, അപ്പോൾ പോയിട്ട് വൈകിട്ട് വരാൻ പറ ഡിറ്റോ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഓക്കെ ഞാൻ വൈകിട്ട് വരാം, പക്ഷേ എനിക്ക് വൈകിട്ട് തന്നെ വണ്ടി കിട്ടണം, അതങ്ങോട്ട് പറഞ്ഞേക്ക് ഡിറ്റോ എന്നും പറഞ്ഞിട്ട് അവളവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ഡിറ്റോനോട് അത് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് ഹരീഷ്. എന്നിട്ട് ഹരീഷ് എനിക്കൊരു കോള് ഉണ്ട് പറഞ്ഞിട്ട് കോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതുവാണെങ്കിൽ
തിരിച്ചു പോവാണ്. അങ്ങനെ അവൾ പോകുന്ന വഴിക്ക് ഒരുപാട് സന്തോഷത്തിലാണ് അവൾ ചിരിക്കുന്നുണ്ട്. കാരണം ഇത്രയും കാലം മനസ്സ് കൊണ്ടു നടന്ന ആൾ ഒരു തരത്തിലും തന്നോട് അടുക്കുന്നില്ല എന്ന് കണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ തൻ്റെ ചേട്ടന് വരെ കല്യാണം ആലോചിച്ചിട്ട് തൻ്റെ മനസ്സിന് അത്രയും മുറിപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ആ ഒരു പ്രണയം തനിക്കിന്ന് ആസ്വദിക്കാൻ പറ്റി. ആ സന്തോഷത്തിലാണ് അവർ. കാരണം രണ്ടുപേര് പരസ്പരം നോട്ടം കൊണ്ടെങ്കിലും പ്രണയം കൈമാറിയല്ലോ. ഹരീഷ് നേരെ ഫോൺ കയ്യിലെടുത്തിട്ട് ആരെയും കോളൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ആക്ട് ചെയ്യാണ്. എന്നിട്ട് ആ പേരും പറഞ്ഞ് അവന് സൈഡിലേക്ക് മാറി നിൽക്കാമല്ലോ. അങ്ങനെ അവർ റോഡ് സൈഡിൽ നിന്നിട്ട് അവളെ നോക്കുകയാണ് കേട്ടോ. ആ കറക്റ്റ് സമയത്ത് തന്നെ അവൾ തിരിച്ചു നോക്കിയിട്ട് നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. ആ ചിരി അവൻ്റെ മുഖത്തും പടരുന്നുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി തങ്ങൾക്ക് അത്രയും സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന്. അത് അവളും തിരിച്ചറിഞ്ഞു, അവനും തിരിച്ചറിഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചിരിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് അവരുടെ പ്രണയ നിമിഷങ്ങൾ നമുക്ക് കാണാം. അടുത്ത എപ്പിസോഡുകളൊക്കെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ ബൈ, താങ്ക്